ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഓർഡർ കസ്റ്റമറിൽ നിന്ന് എടുക്കാം എന്നുള്ളതാണ്. പല മെത്തേഡുകളുണ്ട് നമുക്ക് കസ്റ്റമറിൽ നിന്ന് ഓർഡർ എടുക്കാനായിട്ട്. ഫസ്റ്റ് വൺ, നമ്മുടെ സ്റ്റോർ നമുക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ ഡിസ്പ്ലേ ചെയ്യാം. അവിടെ നിന്ന് കസ്റ്റമർ നമ്മുടെ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് വരും. ഞാൻ വർണികയുടെ സ്റ്റോറിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, dm2order.in/വർണിക. കസ്റ്റമർ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ സ്റ്റോറിൽ വരും. അവർക്ക് ഇവിടെ വന്നിട്ട് പ്രൊഡക്റ്റ് നോക്കിയിട്ട് ബൈ നൗ കൊടുത്ത് ബൈ ചെയ്യാം. ഇതൊരു ഓപ്ഷൻ. 2, കൂടുതലും മിക്കവാറും കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് സംശയങ്ങളൊക്കെ ചോദിച്ച് ചാറ്റിലൂടെ ഒക്കെ വരുന്ന പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിച്ചതിന് ശേഷമായിരിക്കും ഓർഡർ ചെയ്യാന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുക. നമുക്ക് സ്റ്റോറിലേക്ക് ഡയറക്റ്റ് റൂട്ട് ചെയ്യാണ്ട് ഈസി ആയിട്ട് ഈ ഓർഡർ പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലാഷ് ചെക്കൗട്ട് ലിങ്ക് എന്നാണ് ഈ ഓപ്ഷൻ പറയാം. ക്വിക്ക് ലിങ്ക്സിൽ വരിക, ഡാഷ്ബോർഡിൽ ക്വിക്ക് ലിങ്ക്സിൽ വരിക, ജനറേറ്റ് ഫ്ലാഷ് ചെക്കൗട്ട് ലിങ്ക് എന്ന് കൊടുക്കുക, സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ സാരിയാണ് എൻ്റെ അടുത്ത് കസ്റ്റമർ വന്ന് ചോദിച്ചത് വിചാരിക്കും, സാരിയും സെർച്ച് ചെയ്യും, ആഡ് കൊടുത്തു. എന്തെങ്കിലും ഡിസ്കൗണ്ട് ആഡ് ചെയ്യണോ കൊടുക്കാം, ഡെലിവറി ചാർജ് ആഡ് ചെയ്യണോ കൊടുക്കാം. നമ്മൾ ഡിഫോൾട്ടായിട്ട് ഡെലിവറി ചാർജ് 1000 രൂപയ്ക്ക് മുകളിൽ 999 മുകളിൽ മേടിക്കുകയാണെങ്കിൽ ഡെലിവറി ചാർജ് വേവ് ചെയ്യണം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ ഡെലിവറി ചാർജ് അതന്നെ കൊടുത്തു. 50 രൂപ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഒന്നും കൊടുക്കില്ല. ജനറേറ്റ് ലിങ്ക് കൊടുക്കുന്നു, കോപ്പി വിത്ത് സമ്മറി കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ കസ്റ്റമറുടെ വാട്സപ്പിലാണല്ലോ കസ്റ്റമർ എൻ്റെ അടുത്ത് സംസാരിച്ചത്, ഞാൻ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇതിൽ കയറി ഓർഡർ ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് പല കാര്യങ്ങളും നടന്നു. ഒന്ന്, ഒരു ഫ്ലാഷ് ചെക്കൗട്ട് ലിങ്ക് ജനറേറ്റ് ആയി, കസ്റ്റമർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മേടിക്കാനുള്ള ലിങ്ക് ജനറേറ്റ് ആയി. 2, നമ്മൾ അയക്കുന്നതോട് കൂടി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ള കാര്യങ്ങളും കൂടെ അതിൽ മെൻഷൻ ആയി. എത്രയാണ് പേയ്മെൻറ്റ് വരുന്നത്, ടോട്ടൽ എത്രയാണ്, ഡെലിവറി ചാർജ് എത്രയാണ്, ഏതൊക്കെയാണ് പ്രൊഡക്ട്സ് എന്നുള്ളതൊക്കെ വന്നു. ജസ്റ്റ് കസ്റ്റമർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ പ്രൊഡക്റ്റ് കാർട്ടിൽ ആഡ് ആയിട്ട് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് വരികയാണ്. കണ്ടോ? ഇനി ഇത് ഒരു പ്രൊഡക്റ്റാണ്, നമുക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ലെഹങ്കയും കൂടെ കസ്റ്റമർ ചോദിച്ചു എന്ന് വിചാരിക്കും. ഞാൻ ആഡ് ചെയ്യുന്നത് 2 പ്രൊഡക്റ്റായി. ജനറേറ്റ് ലിങ്ക് എന്ന് കൊടുക്കുന്നു, പുതിയ ലിങ്ക് ഞാൻ എടുക്കുന്നു, കോപ്പി വിത്ത് സമ്മറി കൊടുക്കുന്നു, കസ്റ്റമർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നത്. കണ്ടോ? ഇപ്പോൾ എമൗണ്ട് മാറി, 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു കാർട്ടിലുണ്ടായിരുന്നത്, 2 പ്രൊഡക്റ്റും കാർട്ടിൽ ഓൾറെഡി ആഡായി വന്നു. അപ്പോൾ ചാറ്റിലൂടെ വരുന്ന ഓർഡർ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ ഓപ്ഷനിൽ പറ്റും. ഇനി ഇത് കസ്റ്റമറിന് ഓർഡർ കംപ്ലീറ്റ് ചെയ്യണമെന്ന് കരുതുക. അക്ഷയ് എന്നാണ് കസ്റ്റമർ പേര്. നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നു, അക്ഷയുടെ അഡ്രസ് കൊടുക്കുന്നു, കസ്റ്റമർ അഡ്രസ്, പിൻ കോഡ് കൊടുക്കുന്നു. പിൻ കോഡ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റിംഗ് കാര്യങ്ങൾ വരും. ഇൻ്റർനാഷണൽ നമ്പർ കൊടുക്കാം, പുറത്തെ നമ്പറൊക്കെ കൊടുക്കാം. പ്ലേസ് ഓർഡർ കൊടുക്കുന്നു. മൊബൈലിലാണെന്നുണ്ടെങ്കിൽ മിക്കവാറും 95% ആൾക്കാരും നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ മൊബൈലിലായിരിക്കും. ഇതുപോലെ ആയിരിക്കും വരിക. എല്ലാ കാര്യങ്ങളും മൊബൈൽ ഫ്രണ്ട്ലി ആണ്. ഓർഡർ ഞാൻ പ്ലേസ് ചെയ്യുന്നു. യെസ്, ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഓർഡർ ഐ ഡി ഇതാണ്. ഓർഡർ ട്രാക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഉണ്ട്. ട്രാക്ക് യുവർ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രാക്കിംഗ് പേജിലേക്ക് പോകും, ആ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണും. ഇത് റിയൽ ടൈം ആയിട്ട് നമ്മൾ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. കസ്റ്റമറിനോട് ലൈവായിട്ട് കാണാനായിട്ട് പറ്റും. ഓരോ ഓർഡറിനും കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും. കസ്റ്റമറിന് റിയൽ ടൈം ആയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഒരു ഓർഡർ കസ്റ്റമർ ചെയ്തു, ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് കസ്റ്റമറുടെ വാട്സപ്പിലേക്ക് ഓർഡറിൻ്റെ നോട്ടിഫിക്കേഷൻ ചെല്ലുന്നുള്ളത്. നോക്കൂ, ഇത് ന്യൂ ഓർഡർ അലേർട്ടാണ്. ആസ് എ ഓണർ എനിക്ക് പുതിയ ഓർഡർ വന്നു എന്നുള്ള ഓർഡർ അലേർട്ടാണ് ഇത്. അത് 2 നമ്പർ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓർഡർ അലേർട്ട്, കസ്റ്റമറുടെ പേര് ഇതാണ്, ടോട്ടൽ എമൗണ്ട് ഇതാണ്, പ്രൊഡക്റ്റ് ഇതാണെന്നുള്ള അലേർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കസ്റ്റമർക്ക് വരില്ല, ഇത് നിങ്ങൾക്ക് വരുന്നതാണ്. ഞാൻ ഒരേ നമ്പർ കൊടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. കസ്റ്റമർക്ക് പോകുന്നത് ഇതാണ്, ഓർഡർ പ്ലേസ്ഡ്. താങ്ക് യു ഫോർ ഷോപ്പിംഗ് വിത്ത് വർണിക എത്നിക്സ് വെയർ. യുവർ ഓർഡർ ഹാസ് ബീൻ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി. വി വിൽ നോട്ടിഫൈ ആസ് സൂൺ ആസ് ഇറ്റ് ഇസ് ഷിപ്ഡ്. കണ്ടോ? ട്രാക്ക് യുവർ ഓർഡർ എന്ന കസ്റ്റമർ ഇവിടെ ക്ലിക്ക് ചെയ്താലും നേരത്തെ സെയിം പേജിൽ തന്നെ
വരും, ഓർഡർ ട്രാക്കിംഗ് പേജിൽ എത്തുകയും ചെയ്യും. ഇതാണ് കസ്റ്റമർ സൈഡിൽ. ഇനി ആസ് എ സെല്ലർ നമ്മുടെ സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡിൽ പെൻഡിങ് ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ആ ഓർഡർ വന്നിട്ടുണ്ട് അക്ഷയ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൂടി ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും ഡാഷ്ബോർഡൊക്കെ നമുക്ക് മൊബൈലിൽ എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ആയിരിക്കും മൊബൈലിൽ വരിക. ഇങ്ങനെ വരും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ ഓർഡറും കാണിക്കും. അല്ലെങ്കിൽ ഓപ്ഷൻസ് എടുത്ത് ഓർഡർ എടുത്തിട്ട് ഇതെടുത്താൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഓർഡറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. ഏതൊക്കെ പ്രൊഡക്റ്റാണ്, എത്ര എമൗണ്ട്, പ്രൈസ് എത്രയാ, എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതെല്ലാം നമ്മൾ ആ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത പ്രോഫിറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടാവും. അതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഓർഡർ വന്നു, ഈ കസ്റ്റമർ ഇപ്പോൾ നേരിട്ട് ഓർഡർ ചെയ്തു. ഇതിൽ പേയ്മെൻ്റ് ഒന്നും പ്രൊവൈഡ് ചോദിച്ചിട്ടില്ല. നിങ്ങൾ ലിങ്ക് കൊടുത്തു, കസ്റ്റമർ അതിൽ കയറി മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ കസ്റ്റമർ QR കോഡ് അയച്ചു കൊടുത്തപ്പോൾ പേയ്മെൻറ്റ് ചെയ്താൽ ഈ ഓർഡർ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. അതായത് ഈ ഓർഡർ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൺഫേം ദി ഓർഡർ. ഈ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണക്ട് ദ കസ്റ്റമർ, പേയ്മെൻറ്റ് ചോദിക്കാം. പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഞാൻ ഈ ഓർഡർ കൺഫേം ചെയ്യുന്നു ബിക്കോസ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടി. സെയിം വേ നമ്മൾ കമ്മ്യൂണിക്കേഷൻസിൽ ഓർഡർ കൺഫർമേഷൻ്റെ ഈ ഇവൻറ്റിന് മെസ്സേജ് പോകണമെന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് മെസ്സേജ് പോയിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടോ, ഓർഡർ കൺഫേം ആയി എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർക്ക് മെസ്സേജ് റിയൽ ടൈം ആണ്. ഒരു സെക്കൻഡ് 2 സെക്കൻഡിൻ്റെ ഉള്ളിൽ കസ്റ്റമർക്ക് ഈ മെസ്സേജ് അപ്പോൾ തന്നെ പോകും. ഇത് പോകുന്നതനുസരിച്ച് എൻ്റെ വാലറ്റിൽ പൈസ ഡിഡക്റ്റ് ആയിട്ടുണ്ടാവും. കണ്ടോ, കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആണ്. ഏത് ഓർഡറിനാണ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ടോ. ഓർഡർ പ്ലേസിന് മെസ്സേജ് പോയി, ഓർഡർ കൺഫേം ബട്ടൺ പോയിട്ടുണ്ട്. ഇത് ഓർഡർ അലേർട്ടാണ്, അത് ഓണർക്ക് വരുന്നതാണ്. അത് ഈ നമ്പറിൽ അവസാനിക്കുന്ന 2016 അവസാനിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് പോയിട്ടുണ്ട്. അതിൻ്റെയാണ് പൈസ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്ത് ഇപ്പോൾ ഓർഡർ കൺഫേം സ്റ്റേജിലാണ് കിടക്കുന്നത്. ഈ ഓർഡർ നമുക്കിനി പ്രോസസ്സ് ചെയ്യാം. ഒരു നിങ്ങളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഓർഡർ നേരെ പ്രോസസ്സിങ്ങിലേക്ക് പുഷ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കസ്റ്റമർ ഈ ഓർഡർ ട്രാക്കിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഡർ കൺഫേംഡ് എന്നുള്ള സ്റ്റേജിലേക്ക് മൂവ് ആയിട്ടുണ്ടാവും. ഇനി പ്രോസസ്സ് ചെയ്യേണ്ട ഓർഡർ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് പ്രോസസ്സിങ്ങിലേക്ക് പുഷ് ചെയ്തിട്ട് ഓർഡർ പ്രോസസ്സിംഗ് ഉള്ള സ്റ്റേജിലേക്ക് മാറ്റിയിടാം. അപ്പോൾ കസ്റ്റമർ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പേജിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ പ്രോസസ്സിംഗ് ആയിട്ട് എടുക്കുന്നുണ്ടാവും. ഇനി അതെല്ലാം റെഡിമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ പ്രോസസ്സിങ്ങിലേക്ക് മാറ്റണമെന്നില്ല, അവിടെ നിന്ന് തന്നെ നമുക്ക് ഷിപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഓർഡർ നമ്മളിപ്പോൾ പ്രോസസ്സിങ്ങിലേക്ക് എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഓർഡർ ഷിപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഓർഡർ ഞാൻ സെലക്ട് ചെയ്യുന്നു, സ്റ്റാർട്ട് കസ്റ്റം ഷിപ്പിംഗ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുക. കസ്റ്റമർ മേടിക്കുന്ന സമയത്ത് കൊടുത്ത അഡ്രസ്സ് വെച്ചിട്ട് ഒരു ലേബിൾ പ്രിപ്പയർ ആവും. കണ്ടോ, വളരെ ഈസി ആയിട്ട്. ഇത് എത്ര ഓർഡർ ഉണ്ടെങ്കിലും 10 ഓർഡറോ 20 ഓർഡർ ആണെങ്കിൽ പോലും ലേബിൾ ജസ്റ്റ് 1 ക്ലിക്കിൽ ജനറേറ്റ് ആവും. കണ്ടോ, ഇത് 1/4 പ്രിന്റ് എടുക്കാനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. 4 ഓർഡർ ഉണ്ടെങ്കിൽ 4 എണ്ണം കൂടെ ഒരൊറ്റ A4 വരും. കറക്റ്റ് ഓപ്റ്റ് ആയിരിക്കും. ഇന്ത്യ പോസ്റ്റിന് വർക്ക് ചെയ്യും, DTDCക്ക് വർക്ക് ചെയ്യും, എല്ലാ കൊറിയർ സർവീസിനും ഇത് വർക്ക് ചെയ്യും. ഇപ്പോൾ ഈ ഓർഡർ ഫസ്റ്റ് കാര്യം സംഭവിച്ചത് ലേബിൾ ഡൗൺലോഡ് ആവും. 2, ഈ ഓർഡർ മാനിഫെസ്റ്റ് സ്റ്റേജിലേക്ക് മൂവ് ആയി. മാനിഫെസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ മെസ്സേജ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് മെസ്സേജ് പോകും. ഇത് ഓപ്റ്റ് ചെയ്തിട്ടില്ല, മെസ്സേജ് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് സാരി നമ്മൾ റെഡി ആക്കി വെച്ചു, മാനിഫെസ്റ്റഡ് ആക്കി വെച്ചു, പാക്ക് ചെയ്തു, ലേബിൾ എടുത്ത് ഒട്ടിച്ചു. ഇനി നമ്മളിത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുത്തു അല്ലെങ്കിൽ കൊറിയർ സർവീസിൽ കൊണ്ടു കൊടുത്തു എന്ന് വിചാരിക്കും. സംഭവം ഡിസ്പാച്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുക, മാർക്ക് ആസ് ഷിപ്പ്ഡ് എന്ന് കൊടുക്കുക. ഇപ്പോൾ അത് ഷിപ്പ്ഡ് സ്റ്റാറ്റസിലേക്ക് പോയി. സെയിം വേ കസ്റ്റമർക്ക് അതിൽ സ്റ്റാറ്റസിന് മെസ്സേജ് പോകണമെന്ന് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് പോകും. ഇതിൽ നമുക്ക് ട്രാക്കിംഗ് ഡീറ്റെയിൽസും കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതായത് വേബിൽ നമ്പർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഓർഡർ ID ആണ് വന്നിട്ടുള്ളത്. ട്രാക്ക് ചെയ്ത ഓർഡർ കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് ഷിപ്പ്ഡ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടാവും. ഇനി ഈ ഓർഡർ ഡെലിവേർഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മാർക്കാസ് ഡെലിവേർഡ് കൊടുത്താൽ ഡെലിവേർഡ് ആവും. അങ്ങനെയാണ് ഓർഡറിൻ്റെ ജേണി വരുന്നത്. ഇത് ഇൻറ്റഗ്രേഷൻ ഇല്ലാത്തൊരു ടൈപ്പാണ്. നമുക്ക് ഇൻറ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് സിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇൻറ്റഗ്രേഷൻ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊന്നും ചെയ്യാണ്ട്, നമ്മൾ മാനുവൽ അപ്ഡേറ്റ് ചെയ്യാണ്ട് എല്ലാം ഇൻറ്റഗ്രേഷൻ വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും.